ഒരു ഡോഗ് ഷോ കാണാൻ പോയാലോ? ഈ ഒരു കണ്ടന്റിനെ ഞാൻ വീഡിയോ ആക്കാനുള്ള കാരണം എന്താണെന്നോ, ഞാൻ ഈ ഡോഗ് ഷോക്ക് പോയതിനു ശേഷമാണ് ഈ ഡോഗ് ഷോ എന്ന് പറയുന്ന സാധനം എന്തിനാ ശരിക്കും നടത്തുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഡോഗ്സിനൊക്കെ ഇഷ്ടമുള്ളവർക്കും വളർത്തുന്നവർക്കും ഈ വീഡിയോ ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. 2026 ഓൾ ഇന്ത്യ ഡോഗ് ഷോ നടന്നത് നമ്മളെ കോഴിക്കോട് അന്നശ്ശേരിയുള്ള സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഈ കാണുന്നത് എന്റെ മൂത്തന്റെ വീടാണ്. സ്റ്റേഡിയവും മൂത്തന്റെ വീടും ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ്. മൂത്തന്റെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഡോഗ് ഷോ കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത്. ഞാനിവിടേക്ക് കയറി ഉടനെ തന്നെ ഏത് ഡോഗിനെ ആദ്യം കണ്ടെന്നറിയോ? ഹസ്കി. നേരിട്ട് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇത് ഗ്രൂപ്പ് ബേസ് ആണ് കേട്ടോ മത്സരം നടക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെ ഡോഗ്സാ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചത്. ഇവിടെ വരുന്നവരെ എനിക്ക് ഡോഗ്സിനെ പറ്റി ചില ധാരണകളും ചില ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് കണ്ട ശേഷം എനിക്ക് ഡോഗ്സിനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. എത്ര വൃത്തിയിലാന്നോ ഇവര് ഡോഗ്സിനെ കെയർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ എല്ലാരും കെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഡോഗ്സിനെ ഇഷ്ടാവും. ഡോഗ്സിനായിട്ട് നമ്മളെ കോഴിക്കോട് ഒരു ക്ലബ്ബൊക്കെ ഉണ്ട്. ആ ക്ലബിന്റെ പേരാണ് കെനൽ ക്ലബ്ബ്. അപ്പൊ നമ്മുടെ കോഴിക്കോടുള്ള കെനൽ ക്ലബ്ബ് നടത്തുന്ന പരിപാടിയാണ് ഈ ഡോഗ് ഷോ. ഇതൊരു ഓൾ ഇന്ത്യ ഡോഗ് ഷോയും അതേപോലെ ഓൾ ബ്രീഡ് ഷോയുമായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഡോഗിന് പൊതുവെ പറയുന്ന പേരാണ് ബീഗിൾ. ഇത് കാണാൻ വളരെ ക്യൂട്ടും ചെറുതുമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മൾ റാമ്പ് വാക്ക് നടത്തത്തില്ലേ, അതേപോലെയാണ് ഈ ഡോഗ്സിനെ ഇവിടെ വെച്ച് നടത്തിക്കുന്നത്. ഫെൻസ് കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഈ സ്ക്വയറിനെ റിംഗ് എന്നാണ് പറയുന്നത്. ഡോഗ്സിന്റെ നടത്തം, ഓട്ടം, അനുസരണ, പോസ്, പിന്നെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നല്ല ഡോഗ്സിനെ തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഇപ്പൊ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഫോറിനർ ആണ് കേട്ടോ ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്. ഇങ്ങനെ 2 റിംഗിലായിട്ട് 2 ഫോറിനർ ജഡ്ജസ് ഉണ്ട്. ഇതാണ് എന്റെ മൂത്തന്റെ വീടാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. ഇനി റിംഗ് 1 പല ബ്രീഡ്സിന്റെ ഡിഫറെന്റ് ബ്രീഡ്സിന്റെ ഷോ ആണ് കേട്ടോ നടക്കുന്നത്. ഇതില് വലിയ വലിയ നായ്ക്കളൊക്കെ നല്ല അനുസരണയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമാണ് കുറച്ച് കുറുമ്പൻ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ കുറെ സമയം എടുത്തു. എന്തുകൊണ്ടായിരുന്നു ഇത്രക്ക് കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഒരു സൈഡിൽ ഡിഫറെന്റ് ബ്രീഡ്സിനെ വെച്ച് കണ്ട് അതിലൊരു വിന്നറെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെന്റ് ബ്രീഡ്സുകളിൽ ഒരു ബ്രീഡാണ് കേട്ടോ ഈ ഗ്രേറ്റ് ഡേ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഉയരം കൂടിയ നായകളിൽ ഒന്നാണിത്. മറ്റൊരു സ്ഥലത്ത് ഇവിടെ സെയിം ബ്രീഡ്സിനെ വെച്ച് കണ്ട് അതൊന്നൊരു വിന്നറെ സെലക്ട് ചെയ്യും. ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നിട്ടും കൂടി എങ്ങനെ അവർ വിന്നറെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ കാണാൻ വന്ന ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായത്. പെറ്റായിട്ട് പലരും യൂസ് ചെയ്യുന്ന നായകളും നമ്മുടെ നാട്ടിലുള്ളതല്ല, പലയിടത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്നുള്ളത് ഒരുവിധ എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്. ഫ്രാക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാട്ടോ നിങ്ങൾ കണ്ടത്. ഈ ഡോഗിന്റെ പേരാണ് ഡാക്സണ്ട്, ഒറിജിനേറ്റഡ് ഇൻ ജർമ്മൻ. പിന്നെ ഇവരൊന്നും നിസ്സാരക്കാരല്ലോ. കുറെ ഡോഗ്സ് ഒക്കെ ഈ വണ്ടിന്റെ അകത്ത് AC ഇട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡോഗ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടുത്തെ കാലാവസ്ഥ ഒന്നും ഇവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് അവർ എത്രക്കും ശ്രദ്ധിച്ച് ഇതിനെ കെയർ ചെയ്യുന്നത്. ഡോഗ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോസ് ആണ് കേട്ടോ. ഇവരിപ്പോ ഇങ്ങനെ നിർത്തിക്കാണ് അതിനെ. ജനുവരി 24 ഉം 25 ആയിരുന്നു കേട്ടോ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ 25-നാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി. ഇനി ഞാൻ കുറച്ച് ഡോഗ്സിന്റെ പേര് പറഞ്ഞുതരാം. ഈ ലോങ് ഹെയർ ഡോഗിന്റെ പേരാണ് ഷീസു. ഇതിന്റെ പേരാണ് വിപ്പറ്റ്. നെക്സ്റ്റ് ഗോൾഡൻ ഹെയർ ഉള്ള ഈ ഡോഗിനെ പറയുന്നതാണ് ഗോൾഡൻ റിട്രീവർ. ഈ കാണുന്ന വൈറ്റിനെ ലാബ്രഡോർ റിട്രീവർ എന്നാണ് പറയുന്നത്. ഗോൾഡൻ റിട്രീവർ മോസ്റ്റ് ഫ്രണ്ട്ലിയസ്റ്റ് ഡോഗിൽ വരുന്നതാണ്. അറിയാത്ത ആളുകളെ പോലും കണ്ടാൽ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു പേര് വന്നത്. 16 വയസ്സിനും ഇടയിലെ കുട്ടികൾക്ക് ജൂനിയർ ഹാൻഡ്ലിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നു. ജൂനിയർ ഡോഗ് കാരിയർ ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അല്ലൂട്ടും ചെയ്ത് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നതാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡോഗ്സിനെ കണ്ടപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ആഘോഷവും സന്തോഷവും ഒക്കെ ആയിരുന്നു. ഈ കാണുന്ന ഡോഗിന്റെ പേരാണ് മിനിയേച്ചർ പിൻസ്റ്റർ. ഇവിടെ ഹസ്കിനെ കണ്ട സന്തോഷത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പ്യൂർ വൈറ്റ് ഹസ്കി ഉണ്ടെന്നുള്ളത് തന്നെ അറിയുന്നത്. ഈ ഡോഗിന്റെ പേരാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഇതൊക്കെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയാൻ മതിയാവല്ലേ. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതിന്റെ പേര് ഓർമ്മയില്ല. ഇതിപ്പോ എന്താ ചെയ്യണമെന്നോ, ഇതിന്റെ മുഖത്തേക്ക് വെള്ളം അടിച്ചു കൊടുക്കുക. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊന്നും നമ്മുടെ ക്ലൈമറ്റ് താങ്ങാൻ പറ്റൂല. അപ്പൊ ഇവരുടെ മൂഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെങ്ങനെ തണുപ്പിക്കുന്നത്. ഈ ഡോഗ് ഷോ നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിനെ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കാനും കൂടാണ്. കൂടാതെ ഡോഗ് ലവേഴ്സിനൊക്കെ ഒന്ന് ഒത്തുകൂടാൻ പറ്റിയ ഒരു ബെസ്റ്റ് പരിപാടിയായിരുന്നു ഇത്. ഈ ചേട്ടനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ. ഈ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാനുള്ള കാരണം ഈ ചേട്ടൻ്റെ അടുത്തുള്ള ഡോഗ് തന്നെയാണ്. ഈ ഡാൽമേഷ്യൻ ഈ ചേട്ടൻ്റെ അടുത്ത് മാത്രമേ അവിടെ വന്നതിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 101 ഡാൽമേഷ്യൻസ് പറഞ്ഞിട്ടൊരു മൂവി ഇല്ലേ, അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. രാവിലെ തൊട്ടേ അവിടെ തന്നെ ആയിരുന്നു. അതിന്റെ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ് ചെയ്തത്. ഇത് രാത്രി 8 മണിയായിട്ടും പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് എന്തിനാ പ്രൈസ് കിട്ടിയേ? ബെസ്റ്റ് ജൂനിയർ ഡോഗ് കാരിയർ.
അങ്ങനെ എന്തായാലും പങ്കെടുത്തതിൽ നഷ്ടമൊന്നുമില്ല. അല്ലുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഡോഗ്സിനെ കണ്ടതിൽ ഏത് ഡോഗിനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതും എൻ്റെ മൂത്തമാർക്കും ഉമ്മക്കും ഒക്കെ പറയാനുള്ളതും ഹസ്കിനെ തന്നെ. ഹസ്കിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതിന്റെ ലുക്ക് തന്നെ. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് അതിനെ നേരിട്ട് കാണുന്നത്. വളരെ ക്യൂട്ടാണ്. വിന്നറെ സെലക്ട് ചെയ്യുന്നത് വരെ കാത്തുക്കാനുള്ള നേരമില്ലാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ. വളരെ നല്ല വീഡിയോ ഞാൻ അടുത്ത് തന്നെ വരാൻ നോക്കട്ടോ. അപ്പൊ ശരി, ബൈ.